ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ജൈവമണ്ഡലം. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? 25%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ വായുവിന്റെ അളവ് എത്രയാണ്? 25%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ധാതുക്കളുടെ അളവ് എത്രയാണ്? 45%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ജൈവ വസ്തുക്കളുടെ അളവ് എത്രയാണ്? 5%. ഭൂമിയിൽ താഴ്ന്നിറങ്ങുന്ന മഴവെള്ളം ചുണ്ണാമ്പ് കല്ല് പോലുള്ള ശിലകളിൽ പതിക്കുമ്പോൾ അവ വളരെ എളുപ്പം ജലത്തിൽ ലയിക്കുന്നു. ഇത്തരം ഭൂസവിശേഷതകൾ പൊതുവെ അറിയപ്പെടുന്ന പേര് കാസ്റ്റ് ഭൂപ്രകൃതി. കാറ്റിന്റെ അപകർഷണത്തിന്റെ ഫലമായി മരുഭൂമിയിൽ ഉണ്ടാകുന്ന ശിലാരൂപങ്ങളെ അറിയപ്പെടുന്ന പേര് കൂൺ ശിലകൾ. ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷം 2010. നവധാന്യ എന്ന പരിസ്ഥിതി പ്രസ്ഥാനം രൂപവൽക്കരിച്ചത് ആരാണ്? വന്ദന ശിവ. രംഗനത്തിട്ട പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? മിസോറാം. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി. ഏറ്റവും കുറവ് ആലപ്പുഴ. കേരള ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അമ്പലവയൽ. കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം മുതലമട. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടനയുടെ സ്ഥാപക മേധ പട്കർ. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടനയായ WWFന്റെ ആസ്ഥാനം ഗ്ലാൻ. ഓസോൺ പാളി കണ്ടെത്തിയത് ആരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് അക്കാദമി ഏതാണ്? അരിപ്പ. രത്തംബോർ, സരിസ്ക എന്നീ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂൺ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മയിലാടുംപാറ. തൃശൂരിലെ കണ്ണാറ ഏത് കാർഷിക വിളയുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ടതാണ്? ഏത്തവാഴ. പഞ്ചാബ് ജെയിൻ അത്യുൽപാദന ശേഷിയുള്ള എന്ത് വിത്തനമാണ്? പപ്പായ. കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. മലയൻ ഡോർഫ്, കൊച്ചിൻ ചൈന എന്നിവ എന്തു തരം വിളയാണ്? തെങ്ങ്. മഹാളി രോഗം ബാധിക്കുന്ന കാർഷിക വിള ഏതാണ്? കവുങ്ങ്. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഏതാണ്? ക്യാബേജ്. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ അങ്കമാലി. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി ആരാണ്? സി സുബ്രഹ്മണ്യം. ബോർലോഗ് അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നതാണ്? കാർഷിക രംഗം. ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? പരിസ്ഥിതി. മികച്ച കർഷക തൊഴിലാളിക്ക് നൽകുന്ന കാർഷിക ബഹുമതി ഏതാണ്? ശ്രമശക്തി. എണ്ണക്കുരുക്കളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏതാണ്? മഞ്ഞ വിപ്ലവം. പ്രൊജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം 1992. ബന്ദിപ്പൂർ, ഭദ്ര, നാഗർഹോള എന്നീ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ ഏത് സംസ്ഥാനത്തിലാണ്? കർണാടക. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം ഏത് വർഷമാണ് പാസ്സായത്? 1972. ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗ്യാൻ ഭാരതി.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനം നാഗാലാൻഡ്. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന്റെ സംരക്ഷണ കേന്ദ്രമായ ദേശീയ ഉദ്യാനം ഏതാണ്? കാസിരംഗ നാഷണൽ പാർക്ക്, ആസാം. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയയെ അറിയപ്പെടുന്ന പേര്? പഗ്മാർക്ക്. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രം എന്താണ്? നന്ദൻകാനൻ. കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം? 1888. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉൽപാദകർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്ത. കണ്ടൽ ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ ആരാണ്? കല്ലേൻ പൊക്കുടൻ. ഹരിതഗ്രഹ പ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓസോൺ നശീകരണത്തിനെതിരെ മോൺട്രിയൽ പ്രോട്ടോകോൾ നടന്ന വർഷം? 1987. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന? ഗ്രീൻ പീസ്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ചിപ്കോ പ്രസ്ഥാനം. കാർഷിക മേഖലയെ പ്രളയാനന്തരം പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റീബിൽഡ് കേരള മിഷന് കീഴിൽ ആരംഭിച്ച സംയോജിത കാർഷിക പദ്ധതി ഏതാണ്? ജൈവഗ്രഹം. ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പച്ചത്തുരുത്ത് പദ്ധതിயின் കീഴിൽ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയായി മാറിയത് ഏതാണ്? തിരുവനന്തപുരം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? MS സ്വാമിനാഥൻ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? റേച്ചൽ കാഴ്സൺ. നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചത് ആരാണ്? റേച്ചൽ കാഴ്സൺ. ഒരു ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത് ആരിൽ നിന്നുമാണ്? ഉൽപാദകരിൽ നിന്ന്. ഒരു ഭക്ഷ്യശൃംഖല അവസാനിക്കുന്നത് വിഘാടകരിൽ നിന്നുമാണ്. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസക്തമാക്കുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ്? കണ്ടൽ ചെടികൾ. കണ്ടൽ ചെടികളെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? സുന്ദർലാൽ ബഹുഗുണ. മരം മരിക്കുന്നതും മനുഷ്യർ മരിക്കുന്നതും ഒരുപോലെ. ഇത് ആരുടെ വാക്കുകളാണ്? സുന്ദർലാൽ ബഹുഗുണ. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടന്നു, നടുനിവർക്കാൻ ഒരു കുളിർ നടന്നു. ആരുടെ വരികളാണ് ഇത്? ONV കുറുപ്പ്. കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ജോൺ C ജേക്കബ്. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ. ഇത് ആരുടെ വരികളാണ്? അയ്യപ്പ പണിക്കർ. കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ. പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയുടെ ജല ചൂഷണത്തിന് എതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? മൈലമ്മ. പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 48A 51AG. മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ 2 വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആരാണ്? ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ.